ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം അവളുടെ സ്വഭാവമാ. അത് തന്നെയാ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വത്തും. സ്വഭാവ ഗുണമുള്ള ഒരു പെണ്ണിന് ഭാഗ്യം താനേ വരും. എന്റെ അമ്മയും മുത്തച്ഛിയും എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാ. അതൊക്കെ നീ നിന്റെ മോളെയും പഠിപ്പിച്ചോ? ആരാ വേണ്ടെന്ന് പറഞ്ഞേ? പത്താം തരം പാസ്സായില്ലേ? ഒരു പെൺകുട്ടിക്ക് കുടുംബം ഭരിക്കാൻ അതൊക്കെ മതി. കോളേജിലൊക്കെ പോയി പഠിച്ച് പാസ്സായ ഒരു പെൺകുട്ടിക്ക് അതിനേക്കാൾ പഠിപ്പും വിവരമുള്ള ഒരുത്തൻ വേണ്ടേ ഭർത്താവായിട്ട് വരാൻ? നമ്മളുടെ ഇന്നത്തെ സ്ഥിതിക്ക് അത്രയും വലുതൊക്കെ ചിന്തിക്കാനാവൂ? ഈ ആമ്പിള്ളരും പെമ്പിള്ളരും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. നീ എന്തൊക്കെ വീട്ടിൽ തലേ കയറ്റി വെച്ചേക്കണേ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിച്ചു എന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികളും ചീത്തയാവണമെന്നില്ല. ചീത്തയാവേണ്ടവരെ ചീത്തയാവും. അതൊക്കെ ഇപ്പൊ പറയാം. നാട്ടിൽ നടക്കുന്ന ഓരോന്ന് കേൾക്കുമ്പോ ഒരു പെണ്ണല്ലേ ഉള്ളൂ, അതും പഞ്ഞിപ്പറമ്പിലെ വലിയ പണിക്കരുടെ ചെറുമകൾ. നിന്റെ ഈ തറവാട്ട് മഹിമ പറച്ചിലുണ്ടല്ലോ, 20 വർഷമായി കേട്ട് കേട്ടെന്റെ ചെവി തഴമ്പിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തിനാ സൗമിനി നമ്മളവരെ തടുക്കുന്നത്? മോളെക്കാളും അച്ഛനാണല്ലോ ഇപ്പൊ വാശി കൂടുതൽ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതാ. വാശിയൊന്നുമല്ല, പിന്നെ അവള് പഠിച്ചു കാണാൻ എനിക്കൊരാഗ്രഹം, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളൊന്ന് ആലോചിക്ക്. കോളേജിൽ പോയാ പഠിപ്പ് കഴിയാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? കല്യാണം പെട്ടെന്ന് നടന്നാ പിന്നെ പഠിപ്പ് തുടരാൻ പറ്റുമോ? നീയായി നിന്റെ മോളായി എന്ത് വേണമെന്ന് തീരുമാനിച്ചു. അമ്മേ, ഇതൊന്നിട്ടേരി. ഇരട്ടവരെയും 4 വരെയും പുസ്തകം വാങ്ങണം, ഇല്ലേലും മാഷ് തല്ലും. നാളെ ആവട്ടെ. തട്ടുമോളിന്ന് 4 തേങ്ങ എടുത്തു തന്നെ, എനിക്ക് കേറാൻ വയ്യ. ഒന്നും എടുത്തു തന്നേന്നു. നിന്നെ കെട്ടി ഇവിടെ കൊണ്ടുവന്ന അന്ന് തുടങ്ങിയതാ ഈ കയറ്റവർക്കവും. എനിക്ക് വയസ്സും പ്രായമായിരുന്നു വല്ല ഓർമ്മയുണ്ടോ? ഇന്നത്തെ കൂടെ ഞാൻ എടുത്തു തന്നേക്കാം. നീ പോകാൻ തന്നെ തീരുമാനിച്ച മോനെ? അമ്മയ്ക്കറിയില്ലേ, അമ്മയുടെ മകൻ കുട്ടിക്കാലം മുതലേ എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കുന്ന സ്വഭാവക്കാരനാണ്. അവന്റെ ഒരു സ്വഭാവം. നിർത്താ നിന്നെ മലയാള പ്രസംഗം. 2ാമത്തെ സമരത്തിനുള്ള പുറപ്പാടാണോ? ഒരു വഴക്ക് കഴിഞ്ഞിട്ട് അരമണിക്കൂറായില്ല, വീണ്ടും തുടങ്ങണോ? അമ്മാവന്റെ ജീവിത രീതിയും എന്റെ ജീവിത രീതിയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോയില്ലമ്മേ. ഞാനിവിടെ ഇനി നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒരു പുതിയ തുടക്കം നല്ലതിനാവട്ടെ. യൂണിയൻ ഓഫീസിലെ സൗകര്യങ്ങൾ അനുസരിച്ച് കഴിയാമെങ്കിൽ കഴിഞ്ഞോളൂ. തൊഴിലാളികൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ ചെലവും ഭക്ഷണവും ഒക്കെ തൊഴിലാളികൾക്ക് ഒരു ഭാരമാവുമെന്നൊരു പേടി. ഓരോ ദിവസം ഓരോ തൊഴിലാളികളുടെ വീട്ടിൽ നിന്ന് സഖാവിന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുവാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. സഖാവ് ദാമോദരൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിരിക്കാം. ഇപ്പോഴവൻ വരും. കാര്യങ്ങൾ ഞാൻ പറയാം. വരൂ, പോവാം. എന്റെ സഖാവേ, ഇതെവിടെയായിരുന്നു? 1.5 മണിക്കൂറായി ഞാനിവിടെ കുത്തിയിരിക്കുന്നു. വീട്ടിൽ ചെന്നപ്പോ അവിടെയില്ല. ഞാനൊന്ന് കുളിക്കാൻ പോയതാ. താക്കോൽ സൂക്ഷിക്കാൻ ഇനി വേറെ ആളെ നോക്കണ്ടല്ലോ സഖാവേ. അതൊക്കെ ഞാൻ അറിഞ്ഞു. പാർട്ടിയിൽ ഒരു ഈച്ച അനങ്ങിയാൽ നമ്മൾ അറിയുമല്ലോ. ഇത് താക്കോൽ. സഖാവ് വലത് കാല് വെച്ചങ്ങ് കേറിക്കോ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച കൊടുത്ത ഇളം പച്ചയിൽ വെള്ളപ്പൊട്ടൂടുള്ള ആ സാരി ഉടുത്ത് നാളെ നീ ക്ലാസ്സിൽ വരണം. എഴുതിയ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. നാളെ പുലരും വരെ എന്റെ മനസ്സിനൊരു സമാധാനവും ഉണ്ടാവില്ല എന്ന് നിന്റെ മാത്രം രവീന്ദ്രൻ. രേക്കും. അണ്ണൻ തിരുമേനി നമ്മുടെ വർമ്മയുടെ കാര്യം ശരിയാക്കിയോ? നെല്ലകത്ത് പോയിക്കിലെ ഭദ്രൻ നമ്പൂതിരിപ്പാടിന്റെ ഐച്ഛിക വിഷയം എന്താണെന്നറിയാം നിനക്ക്? മലയാളം ശുദ്ധ മലയാളം, സംസ്കൃതം സബ്ബും ഒരേ പൂരം. SSLCക്ക് ഒരു 10-14 തവണ കഴിഞ്ഞാ കടന്നു കിട്ടിയത്.
പ്രീഡിഗ്രി ഒരു 6 കൊല്ലം കൊണ്ടു. പക്ഷേ ഉണ്ടല്ലോ, മലയാള ഭാഷ ഭദ്രൻ തിരുമേനിയുടെ കക്ഷത്തിരിക്കുക. എന്റെ പൊന്ന് തിരുമേനി, ഈ വളിപ്പടി ഒന്ന് നിർത്തേ. അവള് വരാൻ സമയമായി. മണി 9:10. ആ കാശിയുടെ ശാന്തമ്മ ചെറിയാൻ സെക്കൻഡ് DC ബോട്ടണി. അതവിടെ ഇരിക്കട്ടെ. വിനോദിനി തങ്കച്ചി ഫസ്റ്റ് PDC. രാധാ മേനോൻ സെക്കൻഡ് PDC. സുമംഗലാദേവി ഫസ്റ്റ് DC ബോട്ടണി. ഇതാ ഇങ്ങോട്ട് നോക്കിയേ. ഈ PDCക്കാര് വളയണ മാതിരി DC-ക്കാര് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വളയില്ല. എന്നാലും ഭദ്രൻ തിരുമേനിയുടെ കൈപ്പഴയുടെ ഐശ്വര്യം കൊണ്ട് ഒരു ഓണപരീക്ഷയ്ക്ക് മുമ്പ് തന്നെ സുമംഗലാദേവി സ്വപ്നം കണ്ടു തുടങ്ങും. ഇത് അരയെ കെട്ടിക്കൊണ്ട് വേണം കത്ത് കൊടുക്കാൻ. 9 വെള്ളിയാഴ്ച ശീർഷാസനത്തിൽ നിന്ന് ജപിച്ച കുണ്ടലിനിയാണ്. സൂക്ഷിക്കണം. എന്താ തിരുമേനി ഒരു ബഹളം? ഒരു പുകയെങ്ങ് നോക്കട്ടെ. ഒരു പുകയെങ്ങ് ഉള്ളിലേക്ക് എന്നാലും മറ്ററിഞ്ഞ് വെളിയിലേക്ക് പോരൂ. എനിക്കറിയാം എന്റെ വിഷമം. ഇങ്ങനൊരു മനുഷ്യനുണ്ടോ? താതിരുമേനി ഊഷ്മാട്ടൻ. കിട്ടിട്ടാ ഇതെങ്ങോട്ട് പിടിക്കേ. ഷൺമുഖ സുബ്രഹ്മണ്യ ഹരിയ അയ്യർ ഫസ്റ്റ് PDC. എന്താ കാര്യം? അകത്തേക്ക് വരിക. ഓർമ്മേ അല്ലെങ്കിൽ പിടിച്ചോളൂ. ഇങ്ങോട്ട് വേണം. എന്താ നിങ്ങളുടെ കാര്യം കഴിഞ്ഞില്ലേ? പുറത്തേക്ക് ഇറങ്ങി വാഴ അടച്ചോളൂ. എന്താ കാര്യം? ഒന്നുമില്ല. നാളേക്ക് ചൊല്ലാം. എന്താ വരിക? എന്താ കാര്യം ചോദിച്ചാൽ നാളേക്ക് ചൊല്ലാന്ന്. ഇവിടെ താൻ എത്ര ദിവസമായിടോ ഇങ്ങനെ കാലത്ത് വന്ന് ദർശനം തന്നിട്ട് പോവാ? എന്താ കാര്യം? ഒന്ന് ബഹളം വെക്കാ തിരുമേനി. മറ്റവരെങ്ങ് വെളിയിലേക്ക് പോണില്ലെന്നേ. എന്റെ ഈശോവേ. കാലത്ത് തന്നെ എന്നെ ശുണ്ടി പിടിപ്പിക്കില്ല കേട്ടോ. തിരുമേനിയുടെ ശുണ്ടിയെ പറ്റി എനിക്കറിയില്ലേ. 4-5 വർഷോട് ഞാൻ റൂംമേറ്റില്ലേ. എന്റെ മച്ചിൽ ഭഗവതി, ഈ ശുംഭന്മാരെ പിടിച്ച് എന്റെ റൂംമേറ്റ് ആക്കിയല്ലോ. ഈശോവേ, ഒന്ന് പോയി കിട്ടി. ഇങ്ങനെയുണ്ട് ഒരു ബുദ്ധിമുട്ട്. ഞാൻ പോട്ടുമാ, ക്ലാസ് ടൈം അവിടെ ഇരിടോ. കാര്യം എന്താണെന്ന് പറയാൻ തന്നെ വിടില്ല. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഫസ്റ്റ് PDCക്ക് പഠിക്കുന്ന ആ പട്ടതി പെണ്ണില്ലേ, ഉഷ സുബ്രഹ്മണ്യം. മെലിഞ്ഞ പെണ്ണ്. അവൾ അയ്യർക്കൊരു നോട്ടുണ്ട്. അവളെ പ്രേമിക്കണമെന്നുണ്ട്. അവൾക്ക് ലെറ്റർ കൊടുക്കണമെന്നുണ്ട്. പിന്നെ പടി അവളൊന്ന് കളിക്കണമെന്നുണ്ട്. ഇത് പറയാനാ നാണം? ഇതുകൂടി പറഞ്ഞാ പോരെ. ഞാൻ പ്രേമലേഖനം എഴുതി കൊടുത്തിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ദാമ്പത്യ ജീവിതത്തിലേ കലാശിച്ചിട്ടുള്ളൂ. മാരീഡാണ്, നോ വേക്കൻസി. അതിന് സമ്മതമാണെങ്കിൽ, പിന്നെ എന്റെ റേറ്റും സമ്മതമാണെങ്കിൽ ആദ്യത്തെ കത്ത് ഇന്ന് തന്നെ തരാം. പിന്നെ കുണ്ടലിനി ഉണ്ട് 50 രൂപ. സാധാ കുണ്ടലിനി 50, സ്പെഷ്യൽ കുണ്ടലിനി 75 ആണ്. ഏതാണെന്ന് വെച്ചാ പറയാ, കാശും കിടക്ക് തരിക. പണമാണ് വേണേ തരலாம். മിസ് ഉഷാ സുബ്രഹ്മണ്യം ഒന്ന് വളഞ്ഞു കിട്ടിയാൽ പോലും. കാശേരിയാ കാശേരിയാ. മേനക 3rd DC കെമിസ്ട്രി. ലക്ഷ്മി ഫസ്റ്റ് DC, ഒരു മാത്യു 2nd DC എക്കണോമിക്സ്. ഷീല പിള്ള ഗൗരീഷ് ഗോവാലിഷ്. ഉഷാ സുബ്രഹ്മണ്യം പോൾ ജേക്കബ്. ഏതേ ഉഷാ സുബ്രഹ്മണ്യം എൻഗേജ് ആണല്ലോ. ഒരു പട്ടിപറ്റത്തേരൻ പോൾ ജേക്കബുമായിട്ട് ഞാൻ എഴുതി കൊടുത്തതല്ലേ. എനിക്കറിയില്ലത്. പിന്നെ ഒരു ഗോമതി അമ്മാളുണ്ട് 2nd DC. സ്വല്പം പ്രായം കൂടും. എന്താ പണ്ണാലും പറവല്ല, ഒന്ന് വളഞ്ഞു കിട്ടിയാൽ പോകും. വളം കിട്ടിയാ പൊതുവാ ഞാൻ ഏറ്റു. നീ റൂമിലേക്ക് പോകണ്ട ശബി. സോപ്പുണ്ട് അവിടെ. കാലത്ത് തന്നെ ഓസ് തുടങ്ങിയ ഷവി. ഒരു ഓസി കുളി കുളിക്കാതെ കഴിച്ചാണ് വാടപ്പണ്ടോ. ധൈര്യമായി പൊക്കോളൂ. പറ്റതിമേനി. പാവം പൂർണിമ. കോൺവെന്റില് നമ്മുടെ ഗാങ്ങില് ഓള് മാത്രമല്ലേ കോളേജിൽ ചേരാനുള്ളൂ. ഓളില്ലാത്തതുകൊണ്ട് എന്തോ ഒരു കുറവ് പോലെ. ഒക്കെ അവരുടെ അമ്മ കാരണമാ. പുള്ളിക്കാർക്ക് ഒരു കൺട്രിയാണ്. മിക്സഡ് കോളേജിൽ പഠിച്ച എല്ലാം തീർന്നെന്ന് അവരുടെ വിചാരം. പൂർണിമ എന്താ പറയുന്നത്? ഓൾ എന്ത് പറയാനാ? ഒരു മൂലയിൽ കുത്തിയിരുന്ന് മോങ്ങുന്നു. എന്റെ ഫൗസിയ, പൂർണിമ എന്ന് പറഞ്ഞ നിന്റെ ഒരു ക്രേസ്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ, ജിമ്മിച്ചായനും മോനിച്ചായനും പൂർണിമയുടെ സോങ്സ് എന്ന് പറഞ്ഞ ജീവന.
കോൺവെന്റിലെ ഫീസിന്റെ ടൈപ്പിന് ഉറക്കമേ ഇല്ല. ഇനി ഇവിടുത്തെ പാട്ടുകാരി ഞാനാ.